ഒരു സാധാരണ ഗ്രീക്ക് ദ്വീപിൻ്റെ ശാന്തമായ അന്തരീക്ഷവും തികഞ്ഞ നീലാകാശവും വെള്ളച്ചായം പൂശിയ വീടുകളുമെല്ലാം ചേർന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാറ്റ്മോസ്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന വെളിപാട് ഗ്രന്ഥം വിരചിതമായ സ്ഥലം എന്ന നിലയിലാണ് ഈ ദ്വീപ് ഇന്ന് പ്രസിദ്ധമായിരിക്കുന്നത്. തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഈ ദ്വീപിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും സന്ദർശനത്തിന് എത്തുന്നത്. 3000-ഓളം വരുന്ന ജനസംഖ്യയും ഏകദേശം 40 സന്യാസിമാരുമുള്ള ഡോഡേക്കാനീസ് ദ്വീപ സമൂഹത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പാറ്റ്മോസ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ചിലർ പറ്റ്മോസിൻ്റെ ലോകാവസാനം ആരംഭിച്ച ദ്വീപ് എന്ന് വിളിക്കുന്നു. AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ട ഒരു വൃദ്ധനായാണ് യോഹന്നാൻ ഇവിടെ എത്തിയത് എന്നാണ് പാരമ്പര്യം. യോഹന്നാന് ദ്വീപിൽ ചുറ്റിക്കറങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പിന്നീട് മടങ്ങിയെത്തി എഫേസൂസിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നാണ് പാരമ്പര്യം പറയുന്നത്. യോഹന്നാൻ തലയണയായി ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കല്ലും എഴുതാൻ ഉപയോഗിച്ച മേശ പോലെയുള്ള വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗുഹയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 7 വെള്ളി വിളക്കുകൾ ഈ ഇരുണ്ട മുറിയിൽ പ്രകാശിക്കുന്നു. സീലിംഗിലെ 3ആയി പിരിഞ്ഞിരിക്കുന്ന വിള്ളൽ ത്രിത്വത്തെ പ്രതിനിധീകരിക്കുന്നു. യോഹന്നാൻ ഇവിടെ തനിച്ചായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തത് മറ്റൊരാൾ എഴുതുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രവാസ ജീവിതം നയിക്കുന്ന എഴുത്തുകാരുടെ ലേഖനങ്ങളും പുസ്തകങ്ങളും പലപ്പോഴും ഒരു ജീവനാഡിയാണ്. അവസാനം സ്വാതന്ത്ര്യം വിജയിക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ് അതിലുള്ളത്. 2 സഹസ്രാബ്ദങ്ങളായി ദൈവശാസ്ത്രജ്ഞരെയും കലാകാരന്മാരെയും സംഗീതജ്ഞരെയും ആജ്ഞേയവാദികളെപ്പോലും ആകർഷിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്ത പുസ്തകമാണ് വെളിപാട്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിനും വരാനിരിക്കുന്ന അവസാനത്തിനുമിടയിലുള്ള റോഡ് മാപ്പായിട്ടാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്.